സർ സർ ഈ മുറ്റത്ത് കിടക്കുന്ന ചപ്പെടുത്ത് മാറ്റാൻ ഇനി കമ്മീഷൻ ഓഫീസിൽ നിന്ന് വല്ല ലെറ്ററും വേണമായിരിക്കും. എന്തുപറ്റി? സർ കാണണമെന്ന് പറഞ്ഞ് രാവിലെ വന്നാണ്. ഇരിക്കും. അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. പറയും സാറേ, യവനുണ്ടല്ലോ സാറേ, ഈ അന്ന് സംഭവം നടന്നതിൻ്റെ അന്ന് ഒരു വണ്ടി അങ്ങോട്ട് കയറി പോണുണ്ട് സാറേ. അല്ലടാ. അതെ സാറേ. താൻ എപ്പോഴാ കണ്ടേ? ഏകദേശം ഒരു 2 മണിയായി കാണും സാറേ. ആ സമയത്ത് താനെന്തിനാ അങ്ങോട്ടേക്ക് പോയെ? എനിക്ക് മീനിന്റെ ബിസിനസ് സാറേ. അപ്പൊ കച്ചവടമൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു വീട്ടില് സ്ഥിരമായിട്ട് മീൻ കൊടുക്കാൻ പോകാറുണ്ട്. അവിടെ ഏതാ? അവിടെ ആകെ 3 വീടേ ഉള്ളൂ. അതിലൊരെണ്ണം 4-5 മാസമായിട്ട് അടച്ചിട്ടിരിക്കുക സാറേ. പിന്നെയുള്ളത് ആ രാജമ്മയുടെ വീടാ. അവിടാണോടാ? അതൊരു പോക്ക് കേസാ സാറേ. ആ വണ്ടി കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂടാ? അതായത് വണ്ടിയുടെ കളറോ നമ്പരോ അങ്ങനെ എന്തെങ്കിലും? അത് കുറച്ച് മോടി പിടിപ്പിച്ച വണ്ടിയാ സാറേ. ആ വണ്ടി ആരുടെയാണെന്ന് എനിക്കറിയാം. ആരുടെ വണ്ടിയാടാ സാറേ? സാറേ അത് വർമ്മ സാറിന്റെ മോന്റെ വണ്ടിയാ. ഞാൻ ഒരു മീറ്റിംഗ് ഇരിക്കണം, അങ്ങോട്ട് വിളിക്കാം ഉറപ്പായിട്ടും. ആരാവൻ? സാറേ ആളെ പിടി കിട്ടി. പേര് പറഞ്ഞാൽ ഇവിടെ അവനെ തപ്പിയെടുക്ക. സർ നീ എന്താ ഇതിനു മുമ്പ് സ്റ്റേഷനിൽ ഒന്ന് പറയായിരുന്നു? പേടിയുണ്ടോ സാറേ? ഞാൻ അണ്ണൻ്റെ സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഇപ്പൊ അണ്ണന്റെ അവസ്ഥ കണ്ടിട്ട് പറയാതിരിക്കുന്നത് തെറ്റാണെന്ന് തോന്നി. ഞാൻ മുന്നേ ഇരുന്ന SI സാറിനോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാ മാർക്കറ്റിൽ വെച്ച്. പക്ഷെ സാറിന് സ്ഥലമാറ്റം വാങ്ങി പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞ ഇടങ്ങേറാക്കണ്ടെന്ന് പറഞ്ഞു. ഇനി എനിക്ക് കുഴപ്പമില്ല സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം. നീ പറഞ്ഞതിൽ വല്ല ഗുണമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാരണം ഒരു വണ്ടി കയറി പോയത് മാത്രമേ ഇവൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളിപ്പോ ചെല്ലേ. സാറേ ധൈര്യമായിട്ട് ചെല്ലേ. ഞങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ചെല്ലേ. എപ്പോ വിളിപ്പിച്ചാലും വരണം. ശരി സാർ. സാറേ ഓക്കെ.